ഓണം എക്സാമിന് ഇനി വെറും 1.5 മാസം കൂടെ നമ്മുടെ കയ്യിലുള്ള. അപ്പൊ ഈ ഒരു ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എല്ലാവരും പഠിച്ചു തുടങ്ങിയോ? നിങ്ങൾ എവിടം വരെ പഠിച്ചു തുടങ്ങിയില്ല, അല്ലെങ്കിൽ ഏത് ചാപ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ഇപ്പൊ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങി എന്നൊക്കെ അറിയുമ്പോൾ നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും അതൊരു ആവേശമായിരിക്കും. പഠിച്ചു തുടങ്ങണമല്ലോ, അവരെല്ലാവരും പഠിച്ചു തുടങ്ങിയല്ലോ എന്നുള്ളൊരു ചിന്ത അവർക്കും വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. ബാക്കിയുള്ള പബ്ലിക് എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ഓണം എക്സാമിന് പഠിക്കാനുള്ളത്. ഇപ്പൊ മലയാളമൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 2 യൂണിറ്റ്, ഇംഗ്ലീഷ് ആയാലും ആദ്യത്തെ 2 യൂണിറ്റ്, പിന്നെ മാത്സ് ആയാലും ബേസിക് സയൻസ് ആയാലും ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്. അപ്പൊ അങ്ങനെ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് ഈ ഒരു ഓണം എക്സാമിന് നമുക്ക് സാധിക്കും അല്ലെ. പക്ഷെ അതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? വെറുതെ അങ്ങ് പഠിച്ചാൽ കാര്യമില്ല. കറക്റ്റ് ആയിട്ട് ഒരു ഓർഡറിൽ അല്ലെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം അല്ലെ. അപ്പൊ ഇപ്പൊ നമ്മുടെ ബാച്ചിലില്ലാത്ത ഒത്തിരി മക്കള് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് കാണുന്നുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതായത് ഇനിയുള്ള നമ്മൾ എത്രത്തോളം ദിവസമുണ്ട് ആ ദിവസത്തിലേക്ക് ഇപ്പൊ തന്നെ നമ്മൾ വിചാരിക്കണം. ആ നേരത്തെ നമ്മൾ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല, നമുക്ക് പഠിച്ചാൽ തീരില്ല. നമുക്ക് കറക്റ്റായിട്ട് റിവിഷൻ ഒക്കെ നടത്തണ്ടേ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് ഓണം എക്സാം വരെയുള്ള ദിവസം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. അതനുസരിച്ച് ഫോളോ ചെയ്ത് പോവാം. ഓക്കെ, പിന്നെ നമ്മുടെ ബാച്ചിലുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല. കാരണം നമ്മൾ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതും റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ചെയ്ത് പഠിക്കാനായിട്ട് വർക്ക്ഷീറ്റുകൾ ഉണ്ടായിരിക്കും, എക്സാംസ് നടത്തുന്നതായിരിക്കും, നോട്ട്സും കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പഠിക്കുക മാത്രമേ വേണ്ടുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് നമ്മുടെ ബാച്ചിലുള്ള കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. മാത്രമല്ല നമ്മുടെ ബാച്ചിൽ തരുന്ന ടൈം ടേബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓണം എക്സാമിന് മുന്നേ തന്നെ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു തീരുന്നതായിരിക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് ലാസ്റ്റത്തെ സമയത്ത് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനുള്ള സമയം കൂടി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് മിസ്സിന് പറയാനുള്ളത്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു കുട്ടി സന്തോഷ വാർത്ത കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് മിസ്സിന് പറയാനുള്ളത്. അതായത് ഇത്രയുള്ളൂ, നമ്മുടെ കഴിഞ്ഞ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ബാച്ച് ലോഞ്ച് ചെയ്ത സമയത്ത് കുറേ പേർക്ക് അന്നേരം ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കാതെ പോയിട്ടുണ്ട്. അപ്പൊ അവര് ആ ഒരു ലാസ്റ്റത്തെ ബാച്ചാന്ന് പറയുന്നത് നമ്മള് ബാച്ച് ലോഞ്ച് ചെയ്ത സമയത്തായിരുന്നു അവർ പിന്നീട് മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങി. അപ്പൊ കുറേ മക്കള് ഇങ്ങനെ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ, അഡ്മിഷൻ ക്ലോസ് ചെയ്തോ, ഇനി ഞങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ ചാപ്റ്റേഴ്സ് ഒക്കെ മിസ്സായി പോയിട്ടുണ്ടാവില്ലേ, അപ്പൊ ഞങ്ങൾ ഇനി എന്താണ് ചെയ്യുക, ഞങ്ങൾക്ക് ആദ്യം മുതൽ പഠിപ്പിച്ചു തരാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് ഒരു ബാച്ചും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഹാപ്പി ആയിരിക്കും എന്നുള്ള കാര്യം മിസ്സിന് അറിയാം. കാരണം ഒത്തിരി പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യമായിരുന്നു അല്ലെ. ആദ്യം മുതൽ നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സസ് ഒക്കെ നിങ്ങൾ വിചാരിക്കേണ്ട, ആദ്യത്തെ ക്ലാസ് ഒക്കെ മിസ്സായി പോകുന്നൊന്നും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് ഒന്നും കൂടെ പഠിപ്പിച്ച് തരായിരിക്കും. അപ്പൊ ഇത് എന്ത് ചെയ്യുക, ഈ ഒരു വാർത്ത നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയാ ഇനി സമയമില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കിയേക്കാൻ സമയത്ത് ഇത് നമ്മുടെ അവസാനത്തെ ഒരു ചാൻസും കൂടെ നമ്മൾ തരികയാണ്. ഇത് എന്ത് ചെയ്യാം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഫൈനൽ ബാച്ച് ലോഞ്ച് എന്തായിരിക്കുന്നത് ട്യൂസ്ഡേ ആയിരിക്കും. ട്യൂസ്ഡേ രാത്രി കൃത്യം 7:30 ആയിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരോടും കൃത്യസമയത്ത് തന്നെ നമ്മുടെ ചാനലിലേക്ക് ഓടി വരാനായിട്ട് പറയുക. അപ്പൊ അടിപൊളിയായിട്ട് ആ ബാച്ച് ലോഞ്ച് കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആ ബാച്ചിൽ കിട്ടുന്നത്, അതിൽ ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഓണം എക്സാം സെറ്റ് ആക്കാനായിട്ട് അതിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആരും മറക്കരുത്, ചൊവ്വാഴ്ച രാത്രി കൃത്യം 7:30.